ഹായ് ഫ്രണ്ട്സ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. 1990-കളിൽ കോട്ടയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. പക്കാ റിയലിസ്റ്റിക് രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറച്ചിൽ. അതുകൊണ്ട് തന്നെ അബ്രഹാം ഓസ്റ്ററിലോ കണ്ണൂർ സ്ക്വാഡിലോ കണ്ട പോലെ സിനിമാറ്റിക് ലിബർട്ടി ഒന്നും ഈ സിനിമയിൽ എടുത്താൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഒരു നല്ല സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ഒന്നും ഈ സിനിമയിലില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള കഥ പറച്ചിലാണ്. പക്ഷെ ഒരു നിമിഷം പോലും നമുക്ക് ബോറടി ഒന്നും തോന്നില്ല. മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമകളെ സംബന്ധിച്ച് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഇതിലെ നായകന് ഒരു ദുരന്ത പാസ്റ്റ്, അതായത് പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഭാര്യ മരിച്ചിട്ടുണ്ടാവും, ഭാര്യ വിട്ടുപോയിണ്ടാവും, മക്കൾ മരിച്ചിട്ടുണ്ടാവും, മക്കൾക്കൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ട്രാജിക് പാസ്റ്റ് ഒന്നും ഇതിലെ നായകനില്ല. അതുപോലെ നായകന് ഒരു കാമുകിയോ അതിനുശേഷം ഉണ്ടാകുന്ന ചില അനാവശ്യ സോങ്ങുകളോ അങ്ങനെയുള്ള പക്ക ക്ലീഷേ സാധനങ്ങൾ ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. സ്റ്റോറിയോട് സ്റ്റിക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ, തുടക്കം മുതൽ ഒടുക്കം വരെ ആ പോലീസുകാരന്റെ ഒഫീഷ്യൽ ലൈഫ് മാത്രമാണ് സിനിമ കാണിക്കുന്നത്. ടോവിനോ തോമസ് തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. അദ്ദേഹം വളരെ കാം കൂൾ കമ്പോസർ ആയിട്ടുള്ള ഒരു SI ആയിട്ടാണ് ഈ സിനിമയിലുള്ളത്. SI ആനന്ദ് നാരായണൻ. സീനിയേഴ്സ് ഇങ്ങോട്ട് നമ്മുടെ തലയിലേക്ക് കയറുമ്പോൾ തിരിച്ച് 2 ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപി ടൈപ്പ് പോലീസ് കഥാപാത്രം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. ഒരു പക്കാ റിയലിസ്റ്റിക് രീതിയിൽ കേസ് അന്വേഷിക്കുന്ന ഒരു 3-4 അംഗ ടീമിനെ നയിക്കുന്ന ഒരു സാധാരണ SI. പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യം ബ്രില്യൻറ്റ് മൈൻഡ് ഉണ്ട്. ടോവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് SI ആനന്ദ് നാരായണൻ. സല്യൂട്ടിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച കഥാപാത്രവുമായി കുറച്ചൊക്കെ സാമ്യം തോന്നി. ആ റിയലിസ്റ്റിക് വേയിലുള്ള പോലീസിന്റെ പോർട്രയൽ കൊണ്ടാകാം. ഇതിൽ ടോവിനോയുടെ 1-2 സീനുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഒരു സംഘർഷമൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പാറി ഷർട്ടൊക്കെ സ്ഥാനം തെറ്റി വേർപ്പൊക്കെയായി നിൽക്കുമ്പോൾ ടോവിനോ കൊടുക്കുന്ന ചില എക്സ്പ്രഷൻസ്. 2, ഒരു പ്രതിക്ക് പിറകെ ഓടുന്ന സീന്. അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിന്റെ സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ്, പുതുമുഖ സംവിധായകനാണ്, അദ്ദേഹം എടുത്തിരിക്കുന്നത്. ടോവിനോ അല്ലാതെ ഈ സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാരെ കുറിച്ച് പരാമർശിക്കാൻ ഞാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ കാണുമ്പോൾ ഇദ്ദേഹം ഈ സിനിമയിലുണ്ടോ, ഇദ്ദേഹവും ഈ സിനിമയിലുണ്ടോ അങ്ങനെ തോന്നുന്ന കുറച്ച് നടന്മാർ വരുന്നുണ്ട്. അപ്പോൾ സഹനടന്മാർ എല്ലാവരും നല്ല ബ്രില്യൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ ആരെക്കുറിച്ചും ഇപ്പോൾ എടുത്തു പറയാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. കാരണം അത് ഒരു സിനിമ കാണുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ടോവിനോ തോമസ് കഴിഞ്ഞാൽ ഈ സിനിമയിൽ പിന്നെ പ്രത്യേകം പരാമർശിക്കേണ്ടത് ഇതിലെ ആർട്ട് വർക്ക് ചെയ്തവരെ കുറിച്ചാണ്. 1990-കളെ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ ഹെയർ സ്റ്റൈല്, മീശ, ഷർട്ടിന്റെ കളറ്, ഷർട്ട് തുന്നിയിരിക്കുന്ന വിധം, പാൻറ്, സാരി, പിന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന കടകൾ എങ്ങനെയായിരിക്കുന്നത്, പിന്നെ ബസ്സിന്റെ നെയിം ബോർഡ്, അങ്ങനെ മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ പോലും 1990-കളിലേതെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഇതിലെ ആർട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ, ഇത് ഫ്ലാറ്റായിട്ട് പോകുന്ന ഒരു തിരക്കഥയാണ്. പക്ഷെ ക്ലൈമാക്സ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഫ്ലാറ്റായി എൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ക്ലൈമാക്സിൽ അത്യാവശ്യം നമ്മൾ വിചാരിക്കാത്ത തരത്തിലൊരു സസ്പെൻസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പ്രഡിക്റ്റബിൾ ആകണമെന്നില്ല. ചില ആൾക്ക് പ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എത്തുമ്പം കുറച്ചും കൂടി എക്സ്പീരിയൻസ് വളരെ നന്നായി. പിന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ സെക്കൻഡ് പാർട്ട് ഉള്ളതുപോലെ ഒരു എൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കിളിപറത്തുന്ന ട്വിസ്റ്റുകളോ സസ്പെൻസോ ഇല്ലാത്ത ഒരു റിയലിസ്റ്റിക് രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5. ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരുമിച്ചിറങ്ങിയ നസ്ലന്റെ പ്രേമലു നല്ല റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്. പക്ഷെ ഈ സിനിമക്ക് ബഡ്ജറ്റ് അത്യാവശ്യം കുറവാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ടാഗ് ആയിരിക്കും ഇതിന് ലഭിക്കാൻ ചാൻസ്. പിന്നെ അടുത്ത ആഴ്ച പ്രമേഹം വരുന്നുണ്ട്, ബിജുമോന്റെ തുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് റൺ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഹിറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമക്ക് ഉണ്ട്.